വി ഡി സതീശന് മുസ്ലിം ലീഗിൻ്റെ പ്രീതി അന്ന് ആവശ്യമില്ല, പക്ഷേ ഇന്ന് ആവശ്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. നോക്കൂ, കേരളം UDF ഭരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമേ നടക്കില്ല. കാര്യം അത് UDF ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കിട്ടിയാലും ലീഗാണ് ഭരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാര്യം ഉമ്മൻചാണ്ടിക്ക് സത്യത്തിൽ ആ കസേരയിൽ നേരെ ഇരിക്കാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ല. ഇരിക്കാൻ അദ്ദേഹത്തിന് ഇരുത്താഞ്ഞത് സത്യത്തിൽ LDF ഒന്നുമല്ല, ലീഗാണ് ഇരുത്താഞ്ഞത്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ. നോക്കൂ, കേരളത്തെ ഇത്രയും വർഗീയമായി വിഭജിച്ചത് ആരാണ്? ആ 5ാം മന്ത്രിസ്ഥാനം മാത്രമൊന്നുമില്ല, അന്നത്തെ ലീഗിൻ്റെ ഭരണമാണ്. ഉമ്മൻചാണ്ടി അല്ല ഭരിച്ചു. ഉമ്മൻചാണ്ടി ആയിരുന്നോ മുഖ്യമന്ത്രി? സത്യത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്ന പാണക്കാട്ടുന്ന എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ലീഗിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയാണ്. നോക്കൂ, മതമാണ് 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 പ്രശ്നം. ശരി, പിന്നെന്തുവാ ഇവിടെ ബാക്കിയുള്ളത്? മതമാണ് പ്രശ്നമെങ്കിൽ മതനിരപേക്ഷത അപ്പം എന്തായി? കാറ്റിപ്പറത്തിയില്ലേ? ആ അന്ന് പറഞ്ഞ സതീശൻ ഇന്നിപ്പോൾ പറയുന്നത് കാര്യം ലീഗും മുസ്ലിം വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്താൽ മാത്രമേ സതീശന് വിജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിനും വിജയിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഉപയോഗിച്ച പ്രയോഗം ഇതാണ്: കോൺഗ്രസിൻ്റെ തല ഇരിക്കുന്നത് ലീഗിൻ്റെ കക്ഷത്തിലാണ്. എനിക്ക് ഒരു സംശയമില്ല പറയുന്നതിനകത്ത്. അതിനകത്ത് ഓരോ വോട്ട് കൂടിയാലും കുറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതാണ് ഇതിനകത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. അത് കോൺഗ്രസ്സിലുള്ള പലർക്കും അറിയുകയും ചെയ്യാം. അത് പ്രത്യേകിച്ച് നമ്മുടെ സതേൺ ട്രാവൻകൂറിലേക്ക് വന്നാൽ കൃത്യമായി അറിയാം. സതേൺ ട്രാവൻകൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ നടക്കുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പറയുന്ന അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ പീക്കാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും വന്നു. മുസ്ലിം ആൾക്കാരുടെ മനസ്സിൽ തീകോരിയിട്ട് അവരെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേ പ്രോസസ്സിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് BJP നടത്തുന്നത്. അതേ പ്രോസസ്സ്. നോക്കൂ, മൗദൂദി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞ വരി എന്താണ്? വി ഡി സതീശൻ പറഞ്ഞത് അവർ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഈ പറയുന്ന സാധനങ്ങളിൽ നിന്ന് വിട്ടു. അങ്ങനെ ഒരു കാര്യം ഇതുവരെ ജമാഅത്തെ, കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് ഞാൻ റോണി കെ ബേബി ഇരുന്ന ചർച്ചയ്ക്കകത്ത് പറഞ്ഞാണ്. റോണി കെ ബേബി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേ കാര്യമായി ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾ വന്ന് പറഞ്ഞിരിക്കുന്നു, മതരാഷ്ട്രവാദമാണ് എല്ലാം. അതല്ലേ പറഞ്ഞതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അതല്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക്. ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി, അത് വെൽഫെയർ പാർട്ടിയാണ്. ആ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എവിടുന്നാണ്? അത് തങ്ങളാണ് തീരുമാനിച്ചത്. ഈ പ്രാവശ്യം എഴുതി കൊടുത്ത ചീട്ടിനകത്ത് അദ്ദേഹമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിനകത്തെ അപകടം. അത് അടിസ്ഥാനപരമായി എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തെ ഹിന്ദു മുസ്ലിം ഡിവൈഡാക്കി എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കെയർഫുൾ ആവണം. ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വർഗീയത ഇങ്ങനെ പറയുക. കാര്യം എന്നറിയോ? മുസ്ലിം പോളറൈസേഷൻ നടക്കുക മാത്രമാണ് ലക്ഷ്യം. വെർ ഇസ് നത്തിങ് മോർ നത്തിങ് ലെസ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ അവർ ഉന്നുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലെ പോളറൈസേഷനാണ്. അത് ഈ സംസ്ഥാനത്തെ 5ാം മന്ത്രി നശിപ്പിച്ച പോലെയല്ല, സംസ്ഥാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിശ്ചയമായി. അത് 2011-16 5ാം മന്ത്രിയും UDF-നകത്ത് നിലനിൽക്കുന്ന മുസ്ലിം ലീഗ് പ്രീണനത്തിൻ്റെ ഒരു കാലത്തിനുമൊക്കെ അപ്പുറം വളരെ ഭീതിതമായ, ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്ന ഗൗരവമായ പ്രശ്നം ആ കാലത്താണ് ഈ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നത്.